സ്വർഗം കിട്ടണമെങ്കിൽ ഈമാൻ വേണം, ഈമാൻ വേണമെങ്കിൽ പരസ്പരം മഹബത്ത് വേണം, മുഅ്മിനീങ്ങളോട് എല്ലാവരോടും മഹബത്ത് വേണമെന്നാണ്. മഹബത്തുണ്ടാവാനൊരു കാര്യം പറഞ്ഞു തരട്ടെ, അഫ്ഷുസ്സലാമ ബൈനക്കും. ഇനി ആയത്തിലേക്ക് വരിക, വഇദാ ഹുയ്യീതും ബിത്തഹിയ്യത്തിൻ. അപ്പം നിങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, അല്ലെ നിങ്ങളോട് ഒരാളങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ വാലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്നും പറഞ്ഞു. ഒന്നുകിൽ അത് തന്നെ റദ്ദ് ചെയ്തു, അല്ലെങ്കിൽ അഹ്സന മിൻഹ റദ്ദ് ചെയ്തു, നിങ്ങൾ മറുപടിയായി പറഞ്ഞു. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ആ മനുഷ്യനോട് വെറുപ്പാണ്. മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ വെറുപ്പ് ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണ് ഈ സലാം പറയണത്. അല്ലെങ്കിൽ നിങ്ങൾ ചിരിക്കുന്നുണ്ട്, പക്ഷേ ആ ചിരിൻ്റെ ബാക്കിൽ അയാളുടെ എന്തോ വെറുപ്പുണ്ട്. ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഹസീബാ. ചിലപ്പോൾ നിങ്ങൾ ആ സലാം പറയൽ മാത്രമല്ല, കൈ കൊടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ കെട്ടിപ്പിടിക്കുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു? അതിൻ്റെ പിന്നിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന നിങ്ങളുടെ മനോമുകുരത്തിലെ നിങ്ങളുടെ ലക്ഷ്യമെന്താണ്, മനസ്സിൻ്റെ നില എന്താണ്? ഇതൊക്കെ അള്ളാഹു നാളെ വിചാരണ ചെയ്യും കേട്ടോ. അതാണ് പറഞ്ഞതിനർത്ഥം. വെറുതെ സലാം പറഞ്ഞ് പോകുമ്പോൾ സ്നേഹമാണ് വേണ്ടത്. സ്നേഹം ഒട്ടും കാണിക്കാതെ സലാം പറയാനും പറ്റും, കെട്ടിപ്പിടിക്കാനും പറ്റും. പക്ഷെ അതൊക്കെ അള്ളാഹുവിനറിയാം കേട്ടോ. സ്നേഹം ഉണ്ടാവാൻ വേണ്ടി പഠിപ്പിച്ച പരിപാടിയാണിത്. അവിടം വരെ നിങ്ങൾ വെറുപ്പ് പ്രയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, ആ ഒരു ഫോർമാലിറ്റിക്കുള്ള സലാം അതൊക്കെ അള്ളാഹുവിനറിയാം, ജനങ്ങൾക്കറിഞ്ഞില്ല എന്ന് വരും. ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഹസീബ. അള്ളാഹു ഓരോന്നും കൃത്യമായും കണിശമായും വിചാരണ ചെയ്യുക തന്നെ ചെയ്യും എന്ന് സലാം പറയുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു തആല പറഞ്ഞിരിക്കുകയാണ്. അതൊരു കാര്യം, ഒരുപാട് വിഷയങ്ങളിൽ പെട്ട ഒരു വിഷയമാണത്. അതുകൊണ്ട് അള്ളാഹു സസൂക്ഷ്മം വിചാരണ ചെയ്യുന്നവനാണ്. അള്ളാഹുവിൻ്റെ ഹിസാബ് എളുപ്പമാണ്. നമ്മൾക്ക് വിചാരണ ചെയ്യണമെങ്കിൽ ഒരാളോടെ നമുക്ക് ഒരു നേരത്ത് 1 to 1 സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരാളുടെ നമുക്ക് ഒരു സമയത്ത് കേൾക്കാൻ പറ്റുള്ളൂ. അള്ളാഹു ആണെങ്കിൽ റബ്ബ് തആല സുബ്ഹാനഹു ലാ യഖ്തലിതു അലൈഹി അസ്വാതു ദാഈൻ. ദുആ ചെയ്യുന്നവരുടെ ശബ്ദമോ ഭാഷയോ അള്ളാഹുവിന് തടസ്സമല്ല. അതൊക്കെ അള്ളാഹു തആല കേൾക്കാൻ പറ്റും. നമ്മളോട് 2 ആൾ ഒരേ സമയം സംസാരിച്ചാൽ നമുക്ക് മറുപടി പറയാൻ കഴിയുമോ? കഴിയില്ല. ഒരു ടേപ്പ് റെക്കോർഡ് ചെയ്തൊരു ശബ്ദം നിങ്ങളിവിടെ പ്ലേ ചെയ്യുന്നു, നിങ്ങൾ വേറൊരാളോട് സംസാരിക്കുകയും ചെയ്യുന്നു. അതേസമയം രണ്ടും കൂടെ കേൾക്കാൻ കഴിയില്ല. ആ പറഞ്ഞ എന്താണെന്ന് കേൾക്കൂല, അല്ലെങ്കിൽ സുഹൃത്ത് എന്താ പറയണമെന്ന് കേൾക്കൂല. 2 ആളെയും ഒരേ സമയത്ത് ചിലർ പറഞ്ഞ് എനിക്ക് കഴിയാന്ന് പറഞ്ഞ അത് ഒരു തരം ലിസണിങ് ഷിഫ്റ്റിംഗ് ആണെന്നാ. കുറച്ചിത് കേൾക്കും, പിന്നെ ബാക്കി ഇത് കേൾക്കും, പിന്നെ ഇത് കേൾക്കും. എന്നാൽ ഒരേ സമയം രണ്ടും കേൾക്കാൻ കഴിയില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അസ്റഉൽ ഹാസിബീൻ. അള്ളാഹു തആല വിചാരണ ചെയ്യും. ആ വിചാരണ വളരെ പെട്ടെന്ന് അള്ളാഹുവിന് തീർക്കാനും കഴിയും. എന്തുകൊണ്ട്? ഓരോരുത്തരെയും ഒരേ സമയം കോടാനുകോടി ആളുകളെ ഹിസാബ് ചെയ്യാൻ അള്ളാഹു തആല കഴിയും. എന്തുകൊണ്ട്? മുഖാലിഫുൽ ലിൽ ഹവാദിസ്. അള്ളാഹു മനുഷ്യരെ പോലെയല്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ ആലോചിക്കുമ്പോൾ എങ്ങനെ ഇപ്പം അങ്ങനെ കഴിയുക? അപ്പോൾ ക്യൂ നിൽക്കേണ്ടി വരില്ല ഒരുപാട് നേരം. ഒന്നും അള്ളാഹു തആലാക്ക് വേണ്ട. വല്ലാഹു ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഹസീബ. അള്ളാഹു മതിയായവനാണ്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل فانقلبوا بنعمة من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم. സ്വഹാബികളോട് ചില ആളുകൾ വന്ന് പറഞ്ഞു, അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. ജനങ്ങൾ, ശത്രുക്കളൊന്നാകെ നിങ്ങൾക്കെതിരെ സംഘം ചേർന്നിട്ടുണ്ട്. ഒരുമിച്ച് ഒറ്റയ്ക്ക് നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് നിന്നുകൊണ്ട് അവർ നിങ്ങൾക്കെതിരെ അവരൊന്നാണ് എന്ന്
ചില ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞ ഒരാളാണെന്നാണ്. പക്ഷേ ഇന്നന്നാസ എന്ന് പറഞ്ഞു. അല്ലദീന ഖാല ലഹുമുന്നാസ് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അത് തഫ്സീറിൽ കാണാൻ പറ്റും. ഒരു വ്യക്തിയെ പറഞ്ഞു. പക്ഷേ അവിടെ അള്ളാഹു ഉപയോഗിച്ചത് കുറച്ചാളുകൾ എന്നാണ്. അത് കുറച്ചാളുകളുടെ അഭിപ്രായം അതായിരുന്നു. ആ ഒരു വ്യക്തി പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അത് മറ്റുള്ളവരൊക്കെ അതിന് സപ്പോർട്ടാണ്. എന്താ പറഞ്ഞത്? ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. ഒരുപാട് ആളുകൾ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, നിങ്ങളെ തറപറ്റിക്കാൻ വേണ്ടി. പേടിച്ചോളൂ കേട്ടോ. ഫഖ്ശൗഹും, അവരെ പേടിച്ചോളൂ, വലിയൊരു സൈന്യം വരുന്നുണ്ട് എന്ന് സ്വഹാബിമാരോട് കാപട്യമുള്ള ചില ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാനാ, അതുകൊണ്ടൊന്നും സ്വഹാബിമാർ പേടിച്ചിട്ടില്ല. അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഫസാദഹും ഈമാനാ, ഈമാൻ വർദ്ധിച്ചു എന്നാ. ശരിക്കും ഈമാൻ കുറേ ചെയ്യാം. ആൾക്കാരൊക്കെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടോ? നമ്മൾ വലിയൊരു ചാലഞ്ച്, വലിയൊരു പ്രയാസമുള്ളൊരു ഘട്ടത്തിലൂടെ ഉമ്മത്ത് കടന്നു പോകുന്നുണ്ടെന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പ്രയാസത്തിലായിരിക്കും ഉമ്മത്തിന് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാവുക. നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദീൻ പഠിക്കുന്ന അവസരം ഉണ്ടാകുന്നത് ഈ സമയത്തായിരിക്കും. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കമ്പയർ ചെയ്യൂലേ, എന്താണ് ഇസ്ലാം, ഇവരെന്തിനാണ് വിശ്വസിക്കുന്നത്, മറ്റു മതങ്ങൾ എന്താ വിശ്വസിക്കുന്നത്, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്താണ്, ആരാണ് പടച്ചവൻ, മുസ്ലിമീങ്ങളുടെ അള്ളാഹു ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നിഷ്പക്ഷരായ ആളുകളെങ്കിലും കുറേ ഇങ്ങനെ കേൾക്കുമ്പോൾ പഠിക്കും. എന്നതിന് അവസരങ്ങളുണ്ടല്ലോ. ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ഏറ്റവും കൂടുതൽ ദീനിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള കാലഘട്ടം ഈ ബഹളങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടമാണ്. ഈ ബഹളങ്ങൾ ഉണ്ടാക്കുന്നവർ അത് ഉദ്ദേശിച്ചിട്ടല്ല ചെയ്യുന്നത്, അവരുടെ ഉദ്ദേശം മറ്റൊന്നാണ്. പക്ഷെ അള്ളാഹു തആല അതിനെ തിരിച്ചുവിടും ദീനിൻ്റെ ഖൈറിലേക്ക്. അങ്ങനെ ഉണ്ടാവുക. എന്തൊക്കെ ചർച്ചകൾ വന്നാലും, ദീനിൻ്റെ വിഷയം എന്തൊക്കെ എടുത്ത് പുറത്തെറിഞ്ഞാലും അതുകൊണ്ട് ദീനിന് ഖൈറേ ഉണ്ടായിട്ടുള്ളൂ. അള്ളാഹു അങ്ങനെ ദീനെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മളാരും കണ്ടിട്ടല്ല. അള്ളാഹു അങ്ങനെയാണ് ദീനിനെ സൃഷ്ടി. ഇക്കാലം അത്രയുമുള്ള ദീനിൻ്റെ വിജയം അങ്ങനെയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പരാക്രമികൾ വന്ന് വളരെ ബ്രൂട്ടലി കിൽഡ് ഹിം, വളരെ നിഷ്കരുണമാണ് വധിച്ചത്. അലി റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുകയുണ്ടായത്. ദീനിന് എന്തെങ്കിലും കോട്ടം പറ്റിയോ? ഇസ്ലാം വളർന്നില്ലേ? ലോകം മുഴുവൻ എത്തിയില്ലേ? ദീനിന് വളർച്ചയാണ്. ഖലീഫന്മാർ കൊല്ലപ്പെട്ടപ്പോഴും ദീൻ എന്ത് ചെയ്തിട്ടില്ല? തളർന്നിട്ടില്ല. അപ്പോൾ സ്വഹാബിമാരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്ന വാക്ക് നോക്കണം. ശത്രുക്കൾ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാനാ, ഈമാൻ വർദ്ധിച്ചു സ്വഹാബിമാർക്ക്. വഖാലു, അവർ പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹ്, അല്ലാഹു നമുക്ക് ഹസീബാണ്, അല്ലാഹു നമുക്ക് മതിയായവനാണല്ലോ, അല്ലാഹു നമുക്ക് മതിയായവനാണ്. വനിഅമൽ വകീൽ, നമ്മുടെ വിഷയം നമ്മൾ അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുകയാണ്, അല്ലാഹു നമുക്ക് മതിയായവനാണല്ലോ എന്നാണ് അവർ പറഞ്ഞത്. അവരൊരു പേടിച്ചോടാൻ നിന്നതല്ല. എന്നാൽ പിന്നെ പേര് മാറ്റുക, എന്നാൽ നമ്മൾ ഐഡൻറ്റിറ്റി ഒന്ന് ചേഞ്ച് ചെയ്യുക, അതിനൊന്നും ഒരു നിന്നില്ല. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. എന്താ ഉണ്ടായത്? ഫൻഖലബൂ ബിനിഅമതിൻ മിനല്ലാഹി വഫളലിൻ ലം യംസസ്ഹും സൂഅ് വത്തബഉ റിദ്വാനല്ലാഹി വല്ലാഹു ദൂ ഫളലിൻ അളീം. സൂറത്ത് ആല ഇംറാൻ 173. ഫൻഖലബൂ ബിനിഅമതിൻ മിനല്ലാഹ്, ആ യുദ്ധം കഴിഞ്ഞവർ തിരിച്ചു പോകുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടെയാണ്. വഫളുലിൻ, അള്ളാഹു നൽകിയ ഔദാര്യത്തോടും കൂടെയാണ്. ലം യംസസ്ഹും സൂഅ്, അവർക്കൊരു പ്രയാസവും സംഭവിച്ചില്ല, ഒരു ബുദ്ധിമുട്ടും അവർക്ക് ഏൽക്കേണ്ടി വന്നില്ല, ഒന്നുണ്ടായില്ല. വത്തബഉ റിദ്വാനല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതിയുടെ മാർഗമാണ് അവർ പിൻപറ്റിയത്. വല്ലാഹു ദൂ ഫളുലിൻ അളീം, അല്ലാഹു മഹത്തരമായ മഹോന്നതമായ ഔദാര്യം അല്ലാഹു നൽകാൻ കഴിയുന്നവനാണ്. അല്ലാഹു അങ്ങ് കൊടുത്തു. എന്തേ കൊടുക്കാൻ കാരണം? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ,
നമ്മൾ ഹസീബ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ദിക്ർ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. ഏത് പ്രതിസന്ധിയിലും ഈ ഉമ്മത്ത് മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഈ ഉമ്മത്തിന് അള്ളാഹു രക്ഷ നൽകും എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഇബ്നു അബ്ബാസ് നിങ്ങൾ പറയൂ, ഈ ഉമ്മത്തിന് വിഷമം വരുമ്പോൾ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ ഇതുണ്ടെങ്കിൽ പിന്നെ എന്തിന് പേടിക്കാനാണ്? അതല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുകയാണ്, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. قالها إبراهيم عليه السلام حين ألقي في النار. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെറിയ സംശയം വരും അറബി അറിയാത്തവർക്ക്, ഹസ്ബുനയും ഹസ്ബിയും ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്ന്. ഹസ്ബി എന്ന് പറയുമ്പോൾ എനിക്ക് മതി, ഹസ്ബുന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മതി. ഒരാൾ പറയുമ്പോൾ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ. കുറേ ആൾക്കാർ ഒരുമിച്ച് പറയുകയാണെങ്കിൽ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. അല്ലെ എല്ലാവരും ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. അല്ലാഹുമ്മ ഇഗ്ഫിർലി എനിക്ക്, ഇഗ്ഫിർ ലനാ നമുക്ക്, ഇഹ്ദിനാ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനി എന്ന് പറഞ്ഞാൽ എനിക്ക്, ഇഹ്ദിന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ഹസ്ബി അല്ലാ ഒറ്റക്ക് പറയുമ്പോൾ എനിക്ക് അല്ലാഹു മതി, ഹസ്ബുൻ അല്ലാ ഞങ്ങൾക്ക് അല്ലാഹു മതി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. ഖാലഹാ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ. തീയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ബാബിലോണിയയിലെ ക്രൂരനായ ഭരണാധികാരി നമ്രൂദ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീക്കുണ്ഠാരമുണ്ടാക്കി അതിലേക്ക് എറിയുക ചെയ്തത്. അതിൽ നിഷ്ഠൂരമായൊരു കൊലപാതകം ഒരു നബിക്ക് അതിലേറെ ഇനി എന്താ കിട്ടാനുള്ളത്? അങ്ങനൊരു പാതകം ചെയ്തപ്പോൾ ഖാലഹ ഇബ്രാഹിം അലൈഹിസ്സലാം, തീയിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ലായിരുന്നു. ഒരു മിഞ്ചലേക്ക് ഒരു കാനൻ കൊണ്ടുവന്ന് അതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വെച്ചിട്ട് ഇങ്ങോട്ട് എറിയുക ചെയ്തതാണ്. കാരണം അടുത്തേക്ക് പോകാൻ പറ്റില്ല, അത്രയും വലിയ തീ ഉണ്ടാക്കിയിട്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്. പക്ഷെ അള്ളാഹുവിൻ്റെ ഒരു ഇടപെടൽ വന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം ഒറ്റ വാക്ക് ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, അല്ലാഹുവിനെ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്, തവക്കുലാക്കിയിരിക്കുകയാണ്. അല്ലാഹു എന്ത് പറഞ്ഞു? ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. ഇബ്രാഹിം അലൈഹിസ്സലാമിന് വേണ്ടി തീയേ നീ തണുപ്പും രക്ഷയുമായി മാറണം. വഅറാദൂ ബിഹി കൈദൻ ഫജഅൽനാഹുമുൽ അഖ്സരീൻ. അവർ വലിയൊരു കുതന്ത്രമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെതിരെ പ്രയോഗിച്ചത്. ഫജഅൽനാഹുമുൽ അഖ്സരീൻ, അവരെ നാം പരാജയപ്പെട്ടവരാക്കി മാറ്റുകയാണുണ്ടായത്. ഇബ്രാഹിം അലൈഹിസ്സലാം എറിയപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ വചനമുണ്ടായി തീയിനോട്, യാ നാറു തീയെ കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, നീ ഇബ്രാഹിം അലൈഹിസ്സലാമിന് വേണ്ടി തണുപ്പും രക്ഷയുമായി മാറും. കൂനി ബർദൻ എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായി പോവും. തീ അങ്ങോട്ട് തണുപ്പാവില്ല, ഐസ് ബുദ്ധിമുട്ടല്ലേ, തണുപ്പ് പ്രയാസമാണല്ലോ. അള്ള പറഞ്ഞു വസലാമൻ, തണുപ്പ് പക്ഷേ രക്ഷയുമാവണം, തണുപ്പുകൊണ്ട് ബുദ്ധിമുട്ടാവരുത്. തീനോട് തണുപ്പ് രക്ഷയുമാവണം അവിടെ നിർത്തി അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ പിന്നെ അവിടെ നിന്നും ഇങ്ങോട്ട് തീ മൊത്തം തണുപ്പായി മാറിയേനെ, തീന് ചൂടുണ്ടാവുമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ ഇടപെടൽ അലാ ഇബ്രാഹിം, ഇബ്രാഹീമിന് വേണ്ടി ഇപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു രോമത്തിന് പോലും പോർലേൽക്കാതെ നിന്ന് രക്ഷപ്പെട്ടു. ഇബ്രാഹിം അലൈഹിസ്സലാം അത് പറഞ്ഞ വാക്കാണ്. ഖാലഹാ നബിയുക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് എന്നിവർ പറയാം, നിങ്ങളുടെ നബിയും അതായത് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്, എന്തിനാണ് പേടിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് രക്ഷാകവചമായി നൽകിയ നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഹസ്ബുനല്ലാഹു നിഅമൽ. എനിക്ക് അല്ലാഹു മതി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഉറച്ചു നിൽക്കണം. സ്വഹാബികൾ രണ്ട് വിഷയം, ലൻ നുഗ്ലബ മിൻ ഖില്ല. ഹുനൈൻ യുദ്ധം നടക്കുമ്പോൾ സ്വഹാബിമാർ 10,000-ലേറെ സ്വഹാബിമാരുണ്ട് അവിടെ. അവരങ്ങ് പറഞ്ഞുപോയി, നിബിധങ്ങളുണ്ട് ആ ഹുനൈൻ യുദ്ധം നടക്കുമ്പോൾ. ഹുനൈൻ യുദ്ധം എന്ന് പറഞ്ഞാൽ മക്ക ത്വായിഫിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ്. മക്ക വിജയം നടന്ന് ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ നബിതങ്ങൾ മദീനത്തേക്ക് തിരിച്ചു പോരുന്നതിൻ്റെ മുമ്പുണ്ടായ യുദ്ധമാണ് ഹുനൈൻ. അത് ത്വായിഫ്
നിന്നുള്ളൊരു സൈന്യവുമായി നടന്ന യുദ്ധമാണ്. അപ്പോൾ സ്വഹാബിമാർ പറഞ്ഞു പോയി, ലൻ നുഗ്ലബൽ യൗമ മിൻ ഖില്ല, ആളില്ല എന്നൊരു കാരണം കൊണ്ട് നമ്മൾ ഇന്ന് പരാജയപ്പെടില്ല എന്ന് പറഞ്ഞു. ആളില്ല, നമ്മൾ ആളുകൾ എണ്ണം കുറവാണ് എന്നൊരു കാരണം പറഞ്ഞ് എന്ത് ചെയ്യരുത്, ആ ഒരു കാരണം കൊണ്ട് നമ്മളിന്ന് തോൽക്കൂല, നമ്മളിന്ന് എന്തായാലും ജയിക്കും എന്നങ്ങ് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ തോൽപ്പിച്ചു, ആ യുദ്ധം തോറ്റു. ഉഹദും അല്ലാഹു തആല തോൽപ്പിച്ചു. സയ്യിദുൽ ഖൽഖ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെയുണ്ട്. എന്തിനാണെന്നറിയോ? സ്വഹാബത്തിൻ്റെ തൗഹീദും അവരുടെ ഈമാനും രക്ഷിക്കാൻ വേണ്ടി. അവരുടെ ഈമാനും അവരുടെ തൗഹീദും രക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തോൽപ്പിച്ചു. അത് തോൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഹുനൈനിൽ സ്വഹാബിമാർ ചിന്തിച്ചത് ശരിയാണെന്നും നമ്മുടെ വിജയം നമ്മുടെ കസറത്ത് കൊണ്ടാണ്, ബാഹുല്യം കൊണ്ടാണ് എന്ന് തോന്നിപ്പോവുകയും ചെയ്യുമായിരുന്നുവെങ്കിൽ അത് അപകടമാണ്. വനിഅ്മൽ വക്കീൽ, നമ്മൾ അള്ളാഹുവിനെയാണ് ഭരമേൽപ്പിച്ചത്. കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അള്ളാഹുവിനേക്കാളും നല്ലത് ആരുണ്ട്? അതല്ലേ വാക്കിനർത്ഥം. നമ്മൾ ഏൽപ്പിച്ചത് അള്ളാഹുവിനായി പോയില്ല. ഏൽപ്പിച്ചത് എന്തിനാണ്? ഏൽപ്പിച്ചത് എണ്ണത്തിലാണ്. അപ്പോൾ അള്ളാഹുവിടെ തോൽപ്പിച്ചു. പിന്നെ അവസാനം വിജയം കൊടുത്തു. പക്ഷേ സ്വഹാബിമാർ പിന്തിരിഞ്ഞോടുന്ന അവസ്ഥ ഉണ്ടായി. തഖീഫുകാർ കല്ലെറിയാൻ അമ്പെയ്യാൻ തുടങ്ങി മലൻ്റെ മുകളിൽ നിന്ന്. അവർ മലയിൽ താമസിക്കുന്ന ആൾക്കാരാണ്. പിന്തിരിഞ്ഞോട് വേണ്ട അൻസ്വാരികളിൽപ്പെട്ട വളരെ വിരലെണ്ണാവുന്ന ആളുകളെ ഹബീബിൻ്റെ കൂടെ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ആ മുത്തുനബി തങ്ങൾ ഒരു കുതിരപ്പുറത്തോ കോവർ കഴുതിൻ്റെ പുറത്തോ റിവായത്തുൽ കാണാൻ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഇവിടേക്കാണ് ഓടുന്നത്, ഉസ്ബുതു. അൻസ്വാരികൾ എവിടെ, മുഹാജിറുകൾ എവിടെ? തങ്ങൾ വിളിച്ചു, അനൻ നബിയ്യു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ നബിയാണ്, ലാ കദിബ് അത് നുണയല്ല, അന ഇബ്നു അബ്ദുൽ മുത്തലിബ് ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മോനാണ്. നിങ്ങൾ സത്യത്തിൻ്റെ കൂടെയാണെങ്കിൽ ഞാൻ നബിയും സ്വാദിഖ് സത്യസന്ധനായ നബിയാണ്. നിങ്ങൾക്ക് തറവാടാണ് വിഷയമെങ്കിൽ ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മോനാണ്. എവിടേക്കാണ് പോകുന്നത്? തങ്ങൾ ഉറച്ചു നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ട്, നബിയെ ആരോടിയാലും ഒരു യുദ്ധം തുടങ്ങിയാൽ അങ്ങ് ഓടാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ ഹബീബിനുള്ള നിയമമാണ്. അങ്ങ് യുദ്ധം ചെയ്യണം. നബി തങ്ങൾക്ക് നമ്മൾ ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രയോറിറ്റികളുണ്ട് നമ്മൾ പറയുന്ന കൂട്ടത്തിൽ നബി തങ്ങൾക്ക് ഒരുപാട് ബാധ്യതകളുമുണ്ട്. തങ്ങൾക്ക് ഖിയാമുൽ ലൈൽ തഹജ്ജുദ് നിസ്കാരം നബി തങ്ങൾക്ക് ഫറളായിരുന്നു, നമുക്ക് സുന്നത്തുള്ളൂ. നബി തങ്ങൾക്ക് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ മുഴുവൻ ആളുകളും ഓടിപ്പോയാലും തങ്ങൾ ഓടാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ നിയമം. തങ്ങൾ ഒറ്റക്ക് നിന്ന് യുദ്ധം ചെയ്യണം. ഹുനൈനിൽ ഉണ്ടാവാൻ കാരണം ലൻ നുഗ്ലബൽ യൗമ മിൻ ഖില്ല, അവിടെ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക എന്ന വിഷയത്തിൽ നിന്ന് ഒരൽപ്പം കണ്ട് സ്വഹാബിമാർ, മനുഷ്യന്മാരല്ലേ, അവർ ചിന്തിച്ചു പോയി, നമ്മളിന്ന് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ സംഘശക്തിയിൽ ഒരു അഭിമാനം കൊള്ളുന്നൊരവസ്ഥ ഉണ്ടല്ലോ. സമ്മേളനത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക, ആൾക്കാർ കുറേ കൂടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുക. ആളിഞ്ഞ് കുറഞ്ഞാൽ എന്താ? യലൂമൂനന അന്ന ഖലീലുൻ ഇദാദുന ഫഖുൽതു ലഹും ഇന്നൽ കിറാമ ഖലീലു, മാന്യന്മാരെ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നാ, കുറേ ആൾ കൂടിയിട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്നാ. ഇനി ഒരുപാട് മാന്യന്മാർ കൂടിയെന്ന് വിചാരിക്കുക, ഖൈറും വബറക, ഇല്ലയെന്ന് വിചാരിക്കുക, അത്രയും നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. അള്ളാഹു തിരഞ്ഞെടുത്ത നുഖ്ബകൾ എത്തിയിട്ടുണ്ട്, അത്ര മതി, കുറേ ആൾക്കാരൊന്നും വേണമെന്നില്ല. മൊബൈലില്ല, ഒറിജിനലല്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു لا إله إلا الله.
بسم الله. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله. الله. وقالوا حسبنا الله ونعم الوكيل فانقلبوا بنعمة من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم. ഹുനൈനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയൊരു പരാജയം കൊടുത്തത് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന ആ ഒരു കൃത്യവും വ്യക്തവുമായ ഈമാനിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഒരു സ്ഖലിതം, ഒരൽപ്പം വഴിമാറുകയാണ്, അല്ലെ വഴിമാറാനുള്ള ഒരു വക്കിലെത്തി നിൽക്കുകയാണ്. ഞങ്ങളുടെ കസറത്ത് കൊണ്ടാണ് ഞങ്ങൾക്ക് വിജയം. അപ്പോൾ അല്ലാഹു പരാജയപ്പെടുത്തി. അവിടെ തൗഹീദിനെ സംരക്ഷിക്കാനാണ്. ഉഹദിൽ എന്തുകൊണ്ട് അല്ലാഹു തആല പരാജയം കൊടുത്തു? ആ പരാജയം കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ത്വാഅത്ത്, തങ്ങളെ അനുസരിക്കണം എന്ന ആ ഒരു വിഷയം അവിടെ ഊന്നി കൊടുക്കാനാണ്. അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവില്ല. അമ്പെയ്ത്തുകാരുണ്ട്, എല്ലാമുണ്ട്, യുദ്ധമൊക്കെ സന്നാഹമൊക്കെ റെഡിയാണ്. ഉഹദിലേറെ സൗകര്യത്തിലാണ് മുസ്ലിമീങ്ങൾ അന്നുണ്ടായത്. ഉഹദിലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ അല്ലാഹു തആല വലിയ വിജയം, ബദറിൽ വളരെ കുറഞ്ഞ വിരലെണ്ണാവുന്ന സ്വഹാബിമാർ 313, ശത്രുക്കളാണ് 1000-ലേറെ. ഉഹദ് അങ്ങനെയല്ല ഉണ്ടായത്. ഉഹദിൽ മുസ്ലിമീങ്ങൾക്ക് സന്നാഹങ്ങളുണ്ട്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ ഇറങ്ങരുത്, ഞാൻ പറയാതെ വരരുത് എന്ന നബിതങ്ങളുടെ ഒരു അമ്ര്, അവിടുത്തെ ഒരു കൽപ്പന പൂർണ്ണമായി അനുസരിക്കാതെ കുറച്ച് സ്വഹാബിമാർ അവർ ഇജ്തിഹാദ് ചെയ്തു. നബിതങ്ങൾ ഒരുപക്ഷെ മറന്നതാവാം, അല്ലെങ്കിൽ തങ്ങൾക്ക് അറിയിക്കാൻ കഴിയാതെ പോയതാകാം, അല്ലെങ്കിൽ തങ്ങൾ മഷ്ഗൂലായിരിക്കാം, തങ്ങൾ ബിസി ആയിരിക്കാം, ഈ നേരത്ത് യുദ്ധം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചവരിറങ്ങി. അപ്പം അല്ലാഹു ഒരു പരാജയം കൊടുത്തു. എന്തിന്? ത്വാഅത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബിനെ അനുസരിക്കൽ വലുതാണ്.
അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ ആ തോൽവി കൊടുത്തത്. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുകയാണ്. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അല്ലാഹു തആല ഏറ്റവും നല്ല സംരക്ഷകനാണ്, മൗലയാണ്. വ നിഅമൻ നസീർ, ഏറ്റവും നല്ല സഹായിയാണ് അല്ലാഹു. ഈ അർത്ഥത്തിലാണ് ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന് പറയാം. എനിക്കല്ലാഹു മതി, എനിക്കല്ലാഹു മതി. അപ്പം ഹസീബ് എന്ന് പറഞ്ഞാൽ അല്ലാഹു മതിയായവനാണ്, അല്ലാഹു എല്ലാറ്റിനും മതിയായവനാണ്. നമ്മുടെ റിസ്ക് അല്ലാഹുവാണ് ഏറ്റെടുത്തത്. നമ്മുടെ ജോലി, നമ്മുടെ കച്ചവടം, നമ്മുടെ ഏർപ്പാടുകൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ആരോഗ്യം, നമുക്ക് വന്ന ക്ഷീണം, നമുക്ക് വന്ന അസുഖം, അള്ളാഹു ഒരു ഖൈർ കണക്കാക്കിയത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കണക്ക് കൂട്ടലുകളാണെല്ലാം. ഹസബ യഹ്സിബു എന്ന് പറഞ്ഞാൽ ഹിസാബ് ചെയ്യാന്ന് ഓർത്തുണ്ട്, കണക്കെടുക്കുക, കൃത്യമായും അതിനെ കണക്കാക്കി വെക്കുക, അതും അതിൻ്റെ ഒരു അർത്ഥമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആവശ്യമുള്ളതൊക്കെ അള്ളാഹു തആല ഈ ലോകത്ത് നൽകിയിരിക്കുകയാണ്. യാ അല്ലാഹ്, അള്ളാഹു ഹസീബാൻ, അള്ളാഹു മതിയായവനാണ്. അള്ളാഹു ഹസീബാൻ, അള്ളാഹു അൽ അലീം, എല്ലാം അറിയുന്നവനാണ്. അള്ളാഹു ഹസീബാൻ, അള്ളാഹു എല്ലാം ഏറ്റെടുത്തവനാണ്. ഇങ്ങനെയൊക്കെ ഹസീബിന് അർത്ഥമുണ്ട്. ഹസീബിൻ അർ റസാഖ്, ഏറ്റവും കൂടുതൽ റിസ്ക് നൽകുന്നത് അള്ളാഹുവാൻ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അള്ളാഹു ഹസീബാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ ഹസീബ് എന്ന് പറയുമ്പോൾ വിചാരണ ചെയ്യുന്നവനായ അള്ളാഹു, ആ അർത്ഥത്തിലാണ് ഹസീബിനെ ഏറ്റവും അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥമായിട്ട് ഗണിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂന ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. അള്ളാഹു അശ്രദ്ധമായിരിക്കുകയാണ് എന്ന് നിങ്ങൾ അള്ളാഹുവിനെ പറ്റി വിചാരിക്കേണ്ടതില്ല. നോക്കണം, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. പരാക്രമം ചെയ്യുന്നവരെ, അനീതി ചെയ്യുന്നവരെ, അതിക്രമങ്ങൾ ചെയ്യുന്നവരെ, ളുൽമ് ചെയ്യുന്നവരെ, പാവപ്പെട്ട മനുഷ്യന്മാരെ അതിക്രമിക്കുന്നവരെ, തല്ലിച്ചതക്കുന്നവരെ, ഇതൊന്നും അല്ലാഹു അമ്മാ യഅമലുൽ ളാലിമൂൻ, ഈ ളുൽമ് ചെയ്യുന്ന പരാക്രമങ്ങൾ, പീഡനങ്ങൾ, അതിക്രമങ്ങൾ, നരനായാട്ടുകൾ, ഇതൊന്നും അല്ലാഹു കാണുന്നില്ല എന്ന് അള്ളാഹുവിനെ പറ്റി നിങ്ങൾ വിചാരിച്ചു പോവണ്ട. മുഅ്മിനീങ്ങളോട് അള്ളാഹു പറയാം, നിങ്ങൾ വിചാരിക്കേണ്ട അല്ലാഹ് എന്തൊന്നും ഇടപെടാത്തത്. വലാ തഹ്സബന്നല്ലാഹ ഗാഫില. എന്തുകൊണ്ട് അല്ലാഹു തആല പെട്ടെന്ന് ഇടപെട്ടില്ല? ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. ഇന്നമാ യുഅഖിറുഹും, അവരുടെ ശിക്ഷ അല്ലാഹു പിന്തിക്കുകയാണ്, ഒരൽപ്പം മാറ്റിവെച്ചതാണ്. എന്തിന്? ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ നിലയറ്റു പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തേക്ക് അല്ലാഹു ഇതിനെ മാറ്റിവെച്ചതാണ്. ഇതൊക്കെ കുറച്ചല്ലേ ഉള്ളൂ. 60 കൊല്ലം, 70 കൊല്ലം, 100 കൊല്ലം മാക്സിമം പോയാൽ ഇത്രയല്ലേ മനുഷ്യൻ്റെ ആയുസ് കിട്ടുള്ളൂ. അതിനിടയ്ക്ക് തന്നെ പോയി പോകും. അപ്പം അവൻ കാണിക്കുന്ന സർവമാന പരാക്രമണങ്ങളും എവിടം വരെ എത്തും? അവന് മാക്സിമം ശിക്ഷ കൊടുക്കാൻ അള്ളാഹു പിന്തിക്കുകയാണ്. ഇത് അള്ളാഹുവിൻ്റെ തഖീറിൻ്റെ ഒരു ഹിക്മത്താണ്. തൗബ ചെയ്യാൻ അള്ളാഹു പിന്തിക്കുക നമ്മൾ മനസ്സിലായിട്ടുണ്ട്. അള്ളാഹു തിന്മയിൽ നിന്ന് പിന്മാറാൻ അള്ളാഹു ആ തഖീർ ചെയ്യും. അതും അള്ളാഹു തന്നെ പറഞ്ഞതാണ്. പക്ഷെ ചില പരാക്രമികൾ, അവർ അള്ളാഹുവിൻ്റെ ലുത്ഫോ അള്ളാഹുവിൻ്റെ കാരുണ്യമോ അർഹിക്കാത്ത വിധം അതിക്രമങ്ങളിൽ ഇടപെടുന്നവരാണ്. അവർക്ക് മാക്സിമം ശിക്ഷ കൊടുക്കാൻ വേണ്ടി അള്ളാഹു തആല ഒന്ന് മാറ്റിവെക്കുകയാണ്. കാരണം പരലോകത്തെ ശിക്ഷ പോലെയല്ല ദുനിയാവിലെ ശിക്ഷ. ഇവിടുത്തെ ശിക്ഷയും പരലോകത്തെ ശിക്ഷയും രണ്ടാണ്. മുഅ്മിനീങ്ങൾ അത് വിശ്വസിക്കുന്നവരാണ്. മുഅ്മിനീങ്ങൾ ആ ഒരു നാളേക്ക് വേണ്ടി അള്ളാഹു അതിനെ പിന്തിക്കുകയാണ് എന്നല്ലാതെ അള്ളാഹു ലാ തഹ്സബന്നല്ലാഹ ഗാഫില, അള്ളാഹു അശ്രദ്ധമായി നിൽക്കുകയാണ്, അള്ളാഹു ഇതൊന്നും കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു പോവല്ലേ എന്ന് അള്ളാഹു തആല പറയാണ്. യാ അല്ലാഹ്,
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ. സൂറത്തുൽ ഹിജ്ർ. ഫവറബ്ബിക, നബിയേ അങ്ങയുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. ലനസ്അലന്നഹും അജ്മഈൻ, അവരെ ഓരോരുത്തരെയും വിസ്തരിച്ചുകൊണ്ട് ഓരോരുത്തരോട് നമ്മൾ ചോദിക്കും, അവരോട് നമ്മൾ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. അമ്മാ കാനൂ യഅമലൂൻ, അവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്, അവരെന്തൊക്കെയാണ് ചെയ്തതെന്ന് ഓരോരുത്തരെയും ഒറ്റയ്ക്ക് അല്ലാഹു വിചാരണ ചെയ്യും. ഇവിടെയല്ലേ സംഘടനയൊക്കെ ഉള്ളൂ, ഇവിടെയല്ലേ രക്ഷപ്പെടുത്താൻ ആളുകളുള്ളൂ. നാളെ അള്ളാഹുവിന് മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു ചോദിക്കും നബിയെ, അള്ളാഹു വെറുതെ അശ്രദ്ധമായി അല്ലാതൊന്നും കാണുന്നില്ല എന്ന് നിങ്ങൾ അള്ളാഹുവിനെ പറ്റി വിചാരിക്കേണ്ട കേട്ടോ. സുബ്ഹാനല്ലാഹ്. വലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ. അള്ളാഹു വിചാരണ ചെയ്യുന്നവനാണ് എല്ലാ വിഷയത്തിലും. ഇപ്പം നമ്മൾ നേതൃത്വം, മസ്ഊലിയ, ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ഒരു കമ്പനീൻ്റെ മാനേജറാണ്, അല്ലെങ്കിൽ അതിൻ്റെ CEO ആണ്, അല്ലെങ്കിൽ COO ആണ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അഭിമാനത്തിലായിരിക്കും. നല്ല അഭിമാനത്തിലാണ് പറയുക. ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സെലിബ്രേഷൻ ആയിരിക്കും. ഇപ്പം തെരഞ്ഞെടുപ്പ് ജയിച്ചാലൊക്കെ ആഘോഷമല്ലേ ഉണ്ടാവില്ലേ? സത്യത്തിൽ അതിൻ്റെ ഭാരം ആലോചിച്ചാൽ മനുഷ്യൻ തലകുനിച്ച് വിനയാന്വിതനായി കരഞ്ഞു പോകുന്നതാണ്. അത്രയും ഭാരമേറിയതാണത്. സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിൽക്കുമ്പോൾ പറയാൻ, ലൗ അഥറത് ബഗ്ലത്തുൻ അലാ ളഫ്ഫത്തി ദിജ്ല, ടൈഗ്രീസിൻ്റെ സൈഡിലൂടെ, ഓരത്തുകൂടെ, ആ നദിയുടെ കരയിലൂടെ, ദ ബാങ്ക് ഓഫ് ടൈഗ്രീസ്, അതിൻ്റെ കരയിലൂടെ പോകുന്ന ഒരു കോവർ കഴുത, അത് ചരക്കുമായിട്ട് പോവുകയാണ്, ഏതോ കച്ചവടക്കാരൻ്റെ സാധനങ്ങളുമായിട്ട് പോകുന്ന ഒരു ട്രക്ക് ഇന്നത്തെ സങ്കല്പിക്കുക. ആ കഴുതയെങ്ങാനും അവിടെ കാലിടറി വീണാൽ, അവിടുത്തെ വഴി ശരിയല്ലാത്തത് കൊണ്ട്, അവിടെ വെള്ളം തളകെട്ടി നിൽക്കുന്നു, അവിടെ കുഴിയുണ്ടായതിൻ്റെ പേരിൽ ആ റോഡിലൂടെ ആ കഴുതക്കോ ഒട്ടകത്തിനോ അവിടെ സഞ്ചരിക്കാൻ പ്രയാസമുണ്ടായി, അതിൻ്റെ കാലൊടിഞ്ഞ് അല്ലെങ്കിൽ വഴുതി അവിടെ വീണാൽ, മദീനയിൽ കിടക്കുന്ന എന്നോട് അള്ളാഹു നാളെ ചോദിക്കുമല്ലോ പടച്ചോനെ, എനിക്കത് പേടിയാകുന്നു. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ, ഒരു സ്റ്റേറ്റിൻ്റെ, ഒരു ജില്ലയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ആളുകൾ, ഒരു മണ്ഡലത്തിൻ്റെ, ഒരു വാർഡിൻ്റെ, അവിടെ എന്തെങ്കിലും അവർക്ക് അശ്രദ്ധ കൊണ്ട് സംഭവിച്ചു പോകുന്ന വിഷയങ്ങൾ, ഒരു വിഷയം ഉണ്ടായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യാതിരുന്നു, അത് കുറ്റകരമാണ്. ശ്രദ്ധിച്ചില്ല, നേരെ മറിച്ച് അഡ്രസ്സ് ചെയ്തു, റെസ്പോൺസ് കിട്ടിയില്ല മേലെ നിന്ന്, അതവിടെ ഉത്തരവാദിത്തമല്ല. പാലം പൊളിഞ്ഞു പോയി എന്ന് വിചാരിക്കുക, റോഡിൽ കുണ്ടും കുഴിയൊക്കെ ഉണ്ടായി, റോഡ് ഇടിഞ്ഞു വീണു എന്ന് വിചാരിക്കുക. തൂക്കുപാലം കണ്ടല്ലോ, ഉദ്ഘാടനം ചെയ്യുന്ന ആൾക്കാരടക്കം കുഴിഞ്ഞാടി വിടുന്നു. എന്താ അതിൻ്റെയൊക്കെ അവസ്ഥ? പാലങ്ങൾ കണ്ടില്ലേ വീണു പോകുന്നു, ഉദ്ഘാടനം ആകുന്നതിൻ്റെ മുമ്പ് തന്നെ. ഇതൊക്കെ കടുത്ത നിരുത്തരവാദിത്വമാണ്, ഉത്തരവാദിത്വമില്ലായ്മ എന്ന് പറയും. അങ്ങനത്തെ ആളുകളൊന്നും ദയവ് ചെയ്തിട്ട് അധികാര കേന്ദ്രത്തിലേക്ക് മത്സരിക്കരുത്, അതിനുവേണ്ടി നിന്നു കൊടുക്കരുത്. കാരണം നാളെ പരലോകത്ത് നേരിടാൻ പോകുന്ന വിചാരണ ഭയാനകമാണ്. ആ ഉത്തരവാദിത്വം അറിയുന്നവർക്ക് അതറിയൂ. ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമൽ, എന്താണ് നിങ്ങളൊക്കെ ചെയ്തത് എന്ന് ഞാൻ അവരോട് ചോദിക്കാൻ പോവുകയാണ്. അല്ലാഹു ഹസീബാൻ, അല്ലാഹു വിചാരണ ചെയ്യും. ആ വിചാരണയെ നേരിടേണ്ടി വരും. ടൈഗ്രീസ് കിടക്കുന്ന ഇറാഖിലാണ്. മദീനയാണെന്ന് ഖിലാഫത്തിൻ്റെ ആസ്ഥാനം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം. മദീനയിൽ കിടക്കുന്ന ഫാറൂഖ് തങ്ങൾ അങ്ങ് ദിജ്ലയുടെ ഓരത്ത് കൂടെ കടന്നു പോകുന്ന ഒട്ടക സംഘത്തെക്കുറിച്ച്, സാർത്ഥവാഹക സംഘത്തെക്കുറിച്ച് പേടിയിലാണ്. അതാണ് ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം. അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമല്ലോ എന്നൊരു ഭാരം. നമ്മളൊക്കെ അങ്ങനെയാണ്. ഉത്തരവാദിത്വം ഉണ്ടാകുമ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ടാകും, പക്ഷെ ആ സൗകര്യത്തിൻ്റെ കൂടെ ഒരുപാട് അനീതികൾ സംഭവിച്ചു പോകും. പലരോടും നീതി കാണിക്കാതിരിക്കേണ്ട അവസ്ഥകൾ വരും. കാരണം അധികാരിയാണല്ലോ, ഞാൻ എൻ്റെ മാനേജർക്ക് എഴുതി കൊടുത്താൽ അവൻ്റെ പണി പോകും, അപ്പം എന്തെങ്കിലും ബാഡ് റിപ്പോർട്ട് ഉണ്ടായി കൊടുക്കും. അത് ഒന്ന് പറഞ്ഞ് തിരുത്താവുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ട്രെയിനിങ് കൊടുത്താൽ തീരുന്ന വിഷയമേ ഉള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടിയിരുത്തി ഒരു ഡിസിപ്ലിനറി ഹിയറിങ് ചെയ്താൽ തിരുത്താവുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനൊന്നും നിൽക്കാതെ അയാളുടെ സർവ്വ മിസ്റ്റേക്കുകൾ എഴുതി കൊടുത്താൽ അവർക്ക് പണി പോവും, അല്ലേ? ആ ഒരു സംഭവം നടക്കുന്നത് അധികാരം കൊണ്ടാണ്.
അധികാരമില്ലാത്തവരൊക്കെ ചെയ്യാൻ പറ്റില്ല. അധികാരം മനുഷ്യനെ മോഹിപ്പിക്കുന്നതാണ്, അത് മനുഷ്യനെ വഞ്ചിക്കുന്നതാണ്. ഒരു തരം ഇറ്റ് ഈസ് ഡിസിസീവ്, അത് മനുഷ്യനെ വഞ്ചനയിലാക്കും. മനുഷ്യൻ അബദ്ധത്തിലായി പോവുകയാണ്. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭയാനകത പോലും ആ നേരത്തെ ചിന്തിക്കാൻ കഴിയില്ല. പിന്നെ അവിടെ നിന്ന് താഴെ ഇറങ്ങിയാൽ ബോധം വരിക. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് എന്ന മഹദി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളിങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ അവർ ചോദിച്ചു, മാലക തബ്കീ, എന്തിനാണ് എൻ്റെ ഭർത്താവേ ഉമർ എന്നവരെ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അമവി ഭരണാധികാരിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശേഷം ഒരു 3 തലമുറ കഴിഞ്ഞ് വന്ന മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അവർ പറഞ്ഞു, ദഈനി വശഅനി, പിന്നെ ഫാത്തിമ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കല്ലേ, ഞാൻ അത് വിട്ടേക്ക്. ദഈനി വശഅനി, അതെൻ്റെ കാര്യമല്ലേ, ഞാനത് മാനേജ് ചെയ്തോളാം, നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ എന്ന് പറഞ്ഞു. ചില കാര്യം അങ്ങനെ ഉണ്ടായിരിക്കും, ചിലത് നമുക്ക് പറയാൻ കഴിയില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ മഹദി വീണ്ടും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വൈഹകി യാ ഫാത്തിമ, ഫാത്തിമ നിങ്ങൾക്കറിയുമോ എൻ്റെ അവസ്ഥ? ഇന്നി ഉല്ലീതു മിൻ അംരി ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം ഖിലാഫത്ത് എൻ്റെ തലയിൽ വന്ന് പെട്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞത്, ഇന്നി ഉല്ലീതു അംറ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ തലയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഫറഅയ്തുൽ മരീദൽ ളാഇഅ വൽ ഫഖീറൽ ജാഇഅ, നോക്കുമ്പോൾ ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് രോഗികൾ, ഒരു വഴിയുമില്ലാതെ ചികിത്സിക്കാൻ കഴിയാത്ത രോഗികൾ. വൽ ഫഖീറൽ ജാഇഅ, വിശന്നു നടക്കുന്ന ഫഖീറുമാർ. വശൈഖൽ കബീർ, പ്രായമായ വന്യവയോധികരെ ഞാൻ കാണുന്നു ഈ ഉമ്മത്തിൽ. വൽ അർമലത്തൽ വഹീദ, വിധവയായ ഭർത്താവ് മരണപ്പെടുകയോ തൊലാഖ് ചൊല്ലപ്പെടുകയോ ചെയ്ത വിധവയായ പെണ്ണ്, ഒറ്റയ്ക്ക് സഹായികളില്ലാതെ വരുമാനമില്ലാതെ ജീവിക്കാൻ കഴിയാതെ ജീവിക്കുന്ന വിധവകൾ. വദിൽ അയാലിൽ കഥീർ, ഒരുപാട് മക്കളുള്ള വീടുകൾ, അവർക്കൊന്നും ചെലവ് പോലും വഴിയില്ല. വരിസ്ഖൽ ഖലീല വൽ മഅ്സൂറ വൽ മദ്ലൂം, ഭക്ഷണം വളരെ കുറവാണ്, ജയിലിലടക്കപ്പെട്ടവർ, ആക്രമിക്കപ്പെടുന്നവർ, ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകളെ ഞാൻ കാണുന്നു. ഫഅലിംതു അന്നല്ലാഹ സയസ്അലുനി അൻഹും, ഇവരെക്കുറിച്ചൊക്കെ അള്ളാഹു എന്നോട് ചോദിക്കുമല്ലോ എന്നെനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ പേടിക്കുകയാണ്. ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈന അമ്മാ കാനൂ യഅമലൂൻ. അതുമാത്രമല്ല, വ അന്ന ഖസ്മീ ദൂനഹും റസൂലുള്ളാഹ്, എന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ എനിക്കെതിരായി അള്ളാഹുവിനോട് വാദിക്കാൻ പോകുന്നത് ആരാണെന്നറിയുമോ? എൻ്റെ മറുപക്ഷത്തുള്ളത് അതാരാണ്? റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തങ്ങളെൻ്റെ മറുപക്ഷത്താണ്. എന്നെ അള്ളാഹു വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ കൂടെ നിന്ന് എന്നെ വിചാരണ ചെയ്യുന്നതിന് എനിക്കെതിരായി സാക്ഷി പറയുന്നത് ഒരുപക്ഷേ നബി തങ്ങളായിരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ചെയ്യാതിരുന്നാൽ, അതുകൊണ്ട് ഞാൻ പേടിയിലാണ്. എനിക്ക് രക്ഷപ്പെടാൻ കഴിയോ? അള്ളാഹുവിൻ്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹക്കുകൾ, ഇടപാടുകൾ, ഉത്തരവാദിത്വങ്ങൾ, ബാധ്യതകൾ നിർവഹിക്കണമെന്ന് പഠിപ്പിച്ചത് നബി തങ്ങളാണ്. എത്രത്തോളം ഒരു അമുസ്ലിമായ മനുഷ്യൻ്റെ ബാധ്യത വരെ നാളെ അള്ളാഹു ചോദ്യം ചെയ്യും. അവർക്കും മറുപക്ഷത്ത് നിൽക്കുന്ന നബിയായിരിക്കുന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമായ മനുഷ്യനോട് ചോദ്യം ഉണ്ടാവും, നീ എന്തിന് മറ്റൊരു മതവിശ്വാസിയെ അല്ലെങ്കിൽ മതമില്ലാത്തവനെ എന്തിന് നീ പറ്റിച്ചു കളഞ്ഞു ചോദിക്കും. മറുപക്ഷത്താരാ? നബി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളവിടെ സപ്പോർട്ട് ചെയ്യല്ല, തങ്ങൾ നീതി വാങ്ങിച്ചു കൊടുക്കാൻ നമുക്കെതിരായിരിക്കും അവിടെ. അതുകൊണ്ട് ഞാൻ പേടിയിലാണ്. ഫഖിഫ്തു അല്ലാ തസ്ബുത ഹുജ്ജതി, എനിക്ക് നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ എൻ്റെ അവസ്ഥ തെളിയിക്കാനോ സ്ഥാപിക്കാനോ കഴിയാതെ വരുമോ എന്ന് ഞാൻ പേടിച്ചുകൊണ്ട് കരയുകയാണ്. ഫലിഹാദാ അബ്കി ദഈനി വശഅനി, അതുകൊണ്ട് എന്നെ വിട്ടേക്ക് ഫാത്തിമ, ഞാനൊന്ന് കരയട്ടെ. ആ കരച്ചിൽ ഉത്തരവാദിത്തം സംബന്ധിച്ചുള്ള ബോധം വീണ്ടെടുക്കുകയാണ്.
ആ ബോധം ഉണർത്തുകയാണ് അവർക്ക് തന്നെ എന്നല്ലാതെ ആരും കാണാൻ ഒറ്റക്കൊരു മൂലയിരുന്ന് കരയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കാണുന്നത് ഭാര്യയാണ്. ആ ഭാര്യ മഹദിയാണ് ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മഹാൻ്റെ വഫാത്തിന് ശേഷം ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അത്രയും വലിയ മഹാനായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഖബറിലേക്ക് വെച്ചപ്പോഴാണ്, ഖബറിങ്ങനെ വെച്ച് മയ്യത്ത് താഴെ വെച്ച് മൂടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു റുക്അ, ഒരു തോലിൻ്റെ കഷ്ണം ഇങ്ങനെ പാറി വന്നിങ്ങോട്ട് വീണത്. എവിടെന്നാന്നറിയില്ല, എല്ലാവരും നിൽക്കുമ്പോൾ ഒരു ഇങ്ങനെ വന്നു നോക്കുമ്പോൾ ഹാദാ ഫിദാഉക മിനന്നാർ, ഇത് നിങ്ങൾ നരകത്തിൽ നിന്ന് മോചിതനാണ് എന്നതിൻ്റെ സാക്ഷ്യമാണ്. ആ തോലുമട വെച്ചിട്ടാണ് മറവ് ചെയ്തത്. അതാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അത്ര വലിയ മഹാനായിരുന്നു. فوربك لنسألنهم أجمعين عما كانوا يعملون. അല്ലാഹു ഹസീബാണ്. അല്ലാഹു ചോദിക്കും, അല്ലാഹു ചോദിക്കും, അല്ലാഹു ചോദിക്കും. اليوم تجزى كل نفس بما كسبت لا ظلم اليوم إن الله سريع الحساب. سورة غافر. اليوم تجزى كل نفس بما كسبت. അന്ത്യനാൾ സംഭവിക്കുന്ന വിചാരണയുടെ നാള്. ഈ ദിവസം ഓരോ ശരീരവും എന്താണോ അർഹിക്കുന്നത്, എന്തൊക്കെയാണോ ചെയ്തു കൂട്ടിയത്, അതിൻ്റെ പ്രതിഫലമാണ് നൽകപ്പെടുന്നത്. ലാ ദുൽമൽ യൗം. ആരോടും അനീതി ഇവിടെ കാണിക്കപ്പെടുന്നില്ല. ആരോടും അനീതി ഉണ്ടാവില്ല. ദുൽമൊരിക്കലുമില്ല. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അല്ലാഹു വളരെ പെട്ടെന്ന് വിചാരണ ചെയ്യാൻ കഴിയുന്നവനാണ്. ബില്യൺ കണക്കിന് ആളുകൾ, അള്ളാഹ്ക്കൊന്നും വിഷയമല്ല. ഓരോരുത്തരോട് 1 to 1 കോടിക്കണക്കിന് ആളുകളോട് ഒരേ സമയം 1 to 1 സംസാരിക്കാൻ, വിചാരണ ചെയ്യാൻ അള്ളാഹു കഴിയുന്നവനാണ്. അതാണ് ഹസീബ്. ആ ഹസീബ് നമ്മളത് മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെപ്പോലെയല്ല. നമുക്ക് ഒരാളോട് ഒരു നേരത്തെ ഒരാളോട് സംസാരിക്കാൻ പറ്റുള്ളൂ, ഒരാളുടെ കേൾക്കാൻ പറ്റുള്ളൂ. പല ആൾക്കാരോട് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നു, നിങ്ങളോടൊക്കെ സംസാരിക്കുന്നു. പക്ഷെ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി എനിക്ക് ഒരാളല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. 2 ആൾ പറഞ്ഞാൽ തന്നെ നമുക്ക് കേട്ടില്ല എന്ന് പറയേണ്ടി വരും, ഒന്ന് മടക്കി പറയേണ്ടി വരും, അല്ലെങ്കിൽ ആവർത്തിക്കേണ്ടി വരും. നമുക്ക് കഴിയില്ല. മനുഷ്യൻ ലൈഫാണ്. അള്ളാഹുവിനത് വിഷയമല്ല. യാ അല്ലാഹ്. അതുകൊണ്ടാണ് ലൈസ കമിഥിലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹുവിനെ പോലെ കഴിവുള്ള ആരുമേ ഇല്ല. ലൈസ കമിഥിലിഹി ശൈഉൻ. അപ്പോൾ നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ഇസ്മുകൾ, അസ്മാഇനെ സംബന്ധിച്ച് ഇങ്ങനെ പഠിക്കുമ്പോൾ ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എന്ന് മനസ്സിലാകുമ്പോൾ റബ്ബ് തആലയെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ആരാണ് പടച്ചവൻ? അള്ളാഹു ഈ രീതിയിലാണ് റബ്ബിനെ പരിചയപ്പെടുത്തിയത്. ലൈസ കമിഥ്ലിഹി ഷൈഉൻ. ദർ ഈസ് നത്തിങ് കമ്പാരബിൾ വിത്ത് അള്ളാഹ്. അള്ളാഹുവിനോട് കമ്പയർ ചെയ്യാൻ കോമ്പിറ്റൻ്റായിട്ട്, അള്ളാഹുവിനെ തുല്യമായി, അള്ളാഹുവിൻ്റെ അതേപോലെ ഒരു സംഭവവും ഒന്നുമേ ഇല്ല. വഹുവസ് സമീഉൽ ബസീർ. എല്ലാവരെയും കാണാനും എല്ലാവരെയും ഒരേ സമയം കേൾക്കാനും കഴിയുന്നവനാണ് അള്ളാഹു. സമീആണ്, ബസീറാണ്. നബി തങ്ങൾ തന്നെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന് വ്യത്യസ്ത ഭാഷകളോ വ്യത്യസ്ത ശബ്ദങ്ങളോ പ്രശ്നമില്ല. ഒരു പള്ളിയിൽ തന്നെ വെറുതെ ഇരുന്ന് ദുആ ചെയ്യുമ്പോൾ ഓരോരുത്തർ അവരുടെ മലയാളത്തിലും പഷ്തൂലും ഉറുദുവിലും ബംഗാളി ഭാഷയിലും ഫ്രഞ്ചിലും ജർമ്മനിലും ഒക്കെ സംസാരിക്കുന്നില്ലേ? ഒരേ സമയം കോടാനുകോടി മനുഷ്യന്മാർ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആരുടെയും സൗത്തുകൾ അള്ളാഹുവിന് ആ ശബ്ദങ്ങൾ മിക്സായി പോവില്ല. അതിപ്പോൾ വളരെ എളുപ്പം. മൊബൈൽ ടവർ ആലോചിച്ചാൽ അങ്ങനെയല്ലേ? ഓരോരുത്തർക്കും അവരുടെ ശബ്ദം കേടാവാതെ കറക്റ്റ് മിക്സ് ആവാതെ വരുന്നില്ലേ? എപ്പോഴെങ്കിലുമൊക്കെ ഒരു മഴ ഇടിയൊക്കെ പൊട്ടുമ്പോൾ ചില പരപര വേറൊരാടെ കോളൊക്കെ കയറി വരുന്നു അല്ലേ? അതൊക്കെ വളരെ അപൂർവമല്ലേ? എത്ര കോടിക്കണക്കിന് ശബ്ദങ്ങളാണ് സാറ്റലൈറ്റ് റിസീവ് ചെയ്ത് വിടുന്നത്. നമ്മുടെ ഇവിടുത്തെ റിസീവർ അത് ക്യാച്ച് ചെയ്യുന്നത്. എന്നിട്ട് കറക്റ്റ് ആൾക്കാരെ വഴിതെറ്റി പോസ്റ്റ്മാൻ തെറ്റണ പോലെ തെറ്റിപ്പോണില്ലല്ലോ. കറക്റ്റ് നമ്പർക്ക് തന്നെയല്ലേ വരുന്നത്. ആ നമ്പർ അടിച്ച് തെറ്റാണെങ്കിൽ മാറിപ്പോവും. പക്ഷേ ആൾക്ക് കിട്ടേണ്ടത് തന്നെയല്ലേ കിട്ടുന്നത്. ഇത് ദുന്യാവിൽ അള്ളാഹു മനുഷ്യന് നൽകിയ കഴിവ് കൊണ്ട്, മനുഷ്യനുണ്ടാക്കിയ ടെക്നോളജിയിൽ സാധ്യമാണെങ്കിൽ ഖാലിഖുൽ കൗനായ പടച്ചവനെ സംബന്ധിച്ച് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് ദുന്യാവിൽ തന്നെ അള്ളാഹ് കാണിച്ചു തരാണ്. അത് നമ്മളിപ്പോൾ ഈ കാലഘട്ടം ഒരൽപ്പം റാഷണലി ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നൊരു കാലം. അങ്ങനെ ചിന്തിക്കും വേണം, യുക്തിപരമായി ചിന്തിക്കണം. അതിനൊരു കുഴപ്പമില്ല. യുക്തി ഇല്ലാതിരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. യുക്തിപരമായി ചിന്തിക്കണം.
ആ ചിന്തിക്കുന്നതിന് ഒരുപാട് വസീലകൾ, നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള ഒരുപാട് സാമ്പിളുകൾ അള്ളാഹു ദുനിയാവിൽ നമ്മുടെ കൺമുമ്പിൽ എറിഞ്ഞു തന്നിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അതൊക്കെ നമ്മുടെ ഈമാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അതൊക്കെ നമുക്ക് സഹായകമാണ്. എന്നാൽ മുൻഗാമികളായ ആളുകൾക്കൊന്നും അങ്ങനെ സംശയം വന്നിട്ടില്ല. പക്ഷെ ഇന്ന് നമുക്ക് സംശയം വരുമ്പോൾ അള്ളാഹു ഇതാ കാണിച്ചു തരാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും അങ്ങനെ തന്നെയല്ലേ, ഇതിനൊക്കെ വല്ല കുഴപ്പം വരുന്നുണ്ടോ, ഓരോന്നും കൃത്യമായിട്ട് പോകുന്നില്ലേ? അള്ളാഹുവിന് നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ഒരു പ്രയാസമില്ല. നിങ്ങൾ മെല്ലെ പറഞ്ഞാലും മനസ്സിൽ വെച്ചാലും ഉറക്കെ പറഞ്ഞാലും അള്ളാഹുവിന് അതൊരുപോലെയാണ്. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ. അങ്ങനല്ലേ പറഞ്ഞേ? ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർള്. അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് ആകാശലോകങ്ങളിലുള്ള പ്രപഞ്ചത്തിലുള്ള സർവ്വതും. സമാവാത്ത് വൽ അർള്, പ്രപഞ്ചം എന്നാണ് ആ വാക്ക്. അത് ഖുർആൻ്റെ ഒരു ശൈലിയാണ്. പ്രപഞ്ചം എന്നാണ് അതിനർത്ഥം. പ്രപഞ്ചത്തിലുള്ള മുഴുവനും അള്ളാഹുവിൻ്റെ ഉടമസ്ഥാവകാശത്തിൽപ്പെട്ടതാണ്. നമ്മളൊക്കെ ഇവിടുന്ന് പോകും, വേറെ കുറേ ആൾക്കാരോട് വരും. നമ്മളിവിടുന്ന് സ്ഥലം കാലേക്ക് കൊടുക്കും, ഈ ചെയറിലൊക്കെ വേറെ ആരെങ്കിലും വന്ന് ഈ സ്റ്റേജിൽ വേറെ ആരെങ്കിലും കയറി പറയും. നമ്മൾ ഒഴിഞ്ഞു കൊടുക്കും, നമ്മൾ വീട്ടിലൊക്കെ വേറെ ആരെങ്കിലും വന്ന് താമസിക്കും. നമ്മൾ വാടകയ്ക്ക് വന്നവരാ, നമ്മൾ സമയം കഴിഞ്ഞാൽ ഒഴിവായി പോകണം. പക്ഷേ ഈ ആലം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഇവിടുത്തെ നദികളും പുഴകളും പർവ്വതങ്ങളും അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. നമ്മളെ പോവുള്ളൂ, അവിടേക്ക് വേറെ കൂട്ടർ താമസിക്കാൻ വരികയാണ്. ഇതാണ് ലോകം. ഇതൊക്കെ അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർള് വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും തുറന്നു പറയുന്നതും എല്ലാം യുഹാസിബുകും ബിഹില്ലാഹ്. അള്ളാഹു അതിനെക്കുറിച്ച് നിങ്ങളെ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. മനസ്സുകൊണ്ട് ഉറപ്പിച്ചു വെക്കുന്ന തെറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ആയത്തിൻ്റെ അർത്ഥം മനസ്സിലേക്ക് കയറിപ്പോകുന്ന വസ്വാസിനെ കുറിച്ചല്ല. പല വസ്വാസ മനുഷ്യന്മാർക്ക് അള്ളാഹുവിനെ പറ്റി, നബിതങ്ങളെക്കുറിച്ചോ കുർആനെ കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ ഖബറിനെ കുറിച്ചോ നമ്മളുടെ വിശ്വാസത്തിനെതിരായ ചിന്തകൾ മനുഷ്യൻ്റെ ഖൽബിലേക്ക് കയറി വരും. പിശാചിൻ്റെ സ്വാധീനമുണ്ടെന്ന് ഖുർആൻ തന്നെയാണ് പറഞ്ഞത്. മനുഷ്യൻ സംഭവിക്കും, പക്ഷെ അത് പറയാൻ പാടില്ല, അത് വിളിച്ചു പറയാൻ പാടില്ല. അത് വിളിച്ചു പറയുമ്പോൾ അത് തെറ്റാണ്, അത് തിന്മയായിട്ട് മാറും. നേരെ വെച്ചാൽ അതൊരു വസ്വാസായിട്ട് ഇറങ്ങിപ്പോവാണ്. അതിന് കുഴപ്പം. അൽഹംദുലില്ലാഹില്ലദീ റദ്ദ കൈദഹു ഇലാ വസ്വസത്തിൻ. അങ്ങനെയല്ലേ നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാർ പറയും, നബിയേ, ഞങ്ങളൊന്നും ചില കാര്യങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഇവിടെ പറഞ്ഞാൽ, ഞങ്ങളുടെ മനസ്സിലേക്ക് തോന്നുന്ന ചില തോന്നലുകൾ പറഞ്ഞാൽ ഖുതി അഹാദൽ ബുൽഊം, ഞങ്ങളുടെ കഴുത്ത് മുറിക്കപ്പെടും. അത്രയും മോശപ്പെട്ടതും പറയാൻ പാടില്ലാത്തതും ഒരുപക്ഷേ ഞങ്ങളുടെ ചിന്തകളിൽ ചിലപ്പോഴെങ്കിലും നബിയെ കയറി വരാറുണ്ട്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? അൽഹംദുലില്ലാഹ് അല്ലദീ റദ്ദ കൈദഹു ഇലാ വസ്വസ. ആ പിശാചിൻ്റെ കുബുദ്ധി ഒരു വസ്വാസായിട്ട് നിന്നില്ലേ, കുഴപ്പമില്ല, അത് മനസ്സ് കയറി പോവല്ലേ. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഷർറും ഖൈറുമുള്ള ലോകമാണ്, ഹക്കും ബാത്തിലുമുള്ള ലോകമാണ്, നല്ലതും ചീത്തയുമുള്ള ലോകമാണ്. അപ്പോൾ നമ്മുടെ കൽബിലേക്ക് ഇത് വരും. ഒരാൾക്ക് വ്യഭിചരിക്കണം എന്ന് തോന്നിയെന്ന് വിചാരിക്കുക, കള്ളുടിക്കണം എന്ന് തോന്നി വിചാരിക്കുക. പക്ഷെ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് കൽബ് കൊണ്ട് തീരുമാനിച്ച് നടന്നാൽ അത് തെറ്റാണ്. അള്ളാഹു തആല അത് കുറ്റമായിട്ട് രേഖപ്പെടുത്തും. പക്ഷെ അങ്ങനെ വന്നൊരു നേരത്തെ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാതെ പഠിച്ചോനെ പുറത്തേറിനെ റബ്ബേ ഒഴിവായിപ്പോയി, അതിനൊന്നും കുഴപ്പമില്ല. മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനെന്തുണ്ട്? ശിക്ഷയുണ്ട്, വിചാരണയുണ്ട്. അതാണ് യുഹാസിബുകും ബിഹില്ലാഹ്. എന്നിട്ട് പറഞ്ഞു ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാ. ചില ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും, ചില ആളുകൾക്ക് അല്ലാഹു തആല ശിക്ഷ കൊടുക്കും. ഒരു രോഗം വന്നാൽ ഡോക്ടർ പറയാണ്, നിങ്ങളെ കിഡ്നിക്ക് ചില കുഴപ്പങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, നിങ്ങളിപ്പോൾ ഇന്ന രീതിയിൽ നിങ്ങളുടെ ഭക്ഷണം ക്രമീകരിച്ചാൽ, ഇത്ര ലിറ്റർ വെള്ളം കുടിച്ചാൽ, ഇങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ, നിങ്ങളുടെ ഉറക്കം ക്ലിയർ ചെയ്താൽ, നിങ്ങളുടെ വിശ്രമം ക്ലിയർ ചെയ്താൽ ഒരു ഓപ്പറേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അതല്ല, നിങ്ങൾ തോന്നിയ പോലെ തിന്നാൻ നടക്കുകയാണെങ്കിൽ പിന്നെ കീറി മുറിച്ച് അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കി വേറെ ഒക്കെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ആ രോഗിക്ക് ഒരു ഖിയാറ് കൊടുക്കുകയാണ്, ഫയഗ്ഫിറു ലിമൻ യശാ. അപ്പോൾ ചില ആളുകൾക്ക് ആ പത്യം തന്നെ മതിയാവും, നമ്മൾ ക്ലിയർ ആവും. അള്ളാഹു നൽകുന്നത് അങ്ങനെയാണ്. നിങ്ങൾ തൗബ ചെയ്തോളി, ഇസ്തിഗ്ഫാർ ചെയ്തോളി, സ്വതക്ക ചെയ്തോളൂ, ഞാനത് മാപ്പ് തരാം. ഇതൊന്നുമില്ലേ? യുഅദ്ദിബു മൻ യശാ. പിന്നെ അദാബിന് വിധേയമാവേണ്ടി വരും. അത്രയേ ഉള്ളൂ. സർജറിക്ക് ഹാർട്ടിന് കുഴപ്പമുണ്ട്,
ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഫാറ്റി ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കുക, എണ്ണ പൊരിച്ചതും കരിച്ചതൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കിയാൽ തീർക്കാവുന്ന പ്രശ്നം ഇപ്പോൾ ഉള്ളൂ. ഇനി മുമ്പോട്ട് പോയാൽ നിങ്ങളുടെ ഭക്ഷണക്രമം ശരീകരിച്ചില്ലെങ്കിൽ പിന്നെ ഹാർട്ടൊക്കെ കീറിപ്പൊളിച്ചെടുക്കേണ്ടി വരുന്നു. അപ്പോൾ യഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ. ആ പറഞ്ഞ ഉപദേശം സ്വീകരിക്കുന്നവർക്ക് അല്ലാഹു മഗ്ഫിറത്താണ് കൊടുത്തത്. അത് കേൾക്കാതെ വീണ്ടും കല്യാണത്തിനും തക്കാരത്തിനും ചെന്നിട്ട് അങ്ങനെ ബിരിയാണി കഴിക്കാൻ ഒരു ദിവസം 2-3 കല്യാണമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ എങ്ങനെയാ തിന്നാണ്ടിരിക്കുക, അവിടെ നിന്ന് തിന്നു. മൂന്നാമത്തെ അവിടെ എങ്ങനെയാ ഇപ്പോൾ ഭക്ഷണം മുമ്പിൽ വെച്ചിട്ട് കാണാൻ എങ്ങനെ തിന്നാണ്ടിരിക്കുക, അവിടെ നിന്നും കഴിച്ചു. അതൊക്കെ ഒരു വെറുതെ തമാശയായിട്ട് കൂട്ടിയ ആൾക്കാർ. എന്തൊരു ഡേഞ്ചറാണെന്ന്. ഇദ്ഖാലു ത്വആമി അല ത്വആമി, മനുഷ്യന് ഭക്ഷണത്തിൻ്റെ മേൽ ഭക്ഷണം കഴിക്കുന്നത് മുഹ്ലിഖാത്തുൻ, മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യമാണ് എന്ന് പറയാം. കള്ളിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ സലാസുൻ മുഹ്ലിഖാത്തുൻ, 3 വിഷയങ്ങളുണ്ട്. അതിലൊന്ന് ഭാര്യ ഭർത്തർ ബന്ധത്തിലേർപ്പെടുന്നതാണ്. നിരന്തരം എപ്പോഴും ഇടതടവില്ലാതെ ഇതന്നെയാണ് പരിപാടി. അത് പ്രശ്നമാണ്, അത് മനുഷ്യൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. പിന്നെ ഭക്ഷണം, ഇദ്ഖാലു ത്വആമി അല ത്വആമി, എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, കഴിച്ചതിൻ്റെ മേലെ വീണ്ടും കഴിക്കുക. വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി, ഇപ്പം ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് വിശപ്പില്ല, അത്ര മതി. ഇദ്ഖാലു, ഒരുപാട് ഭക്ഷണം കഴിക്കരുത്, ഫുള്ളാക്കരുത്. നമ്മുടെ നാട്ടിലൊക്കെ ആ സിസ്റ്റമൊക്കെ ഒന്ന് മാറി വരണല്ലേ. കുറേ കഴിക്കുക എന്നതിൽ നിന്ന് മാറിയിട്ട് ക്വാളിറ്റി ഉള്ളത് കുറച്ച് കഴിച്ച് നിർത്തുക. അവിടെ നമ്മൾ വിരുന്ന് സൽക്കാരത്തിലൊക്കെയാണ് പെട്ടുപോവുക. ഇതൊന്ന് കഴിക്കണ്ട ഇതും കൂടെ എന്ന് പറയുമ്പോഴേക്കും ആകെ ഒരു ചാണ് വരുന്ന വയറാണ്. അത് വികസിക്കാൻ അള്ളാഹു ഒരു സംവിധാനം വെച്ചതുകൊണ്ടാണ് പോയി കഴിക്കണത്, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റൂല. പക്ഷേ അത് 3-1 കഴിച്ചാൽ മതി എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മുടെ ആരോഗ്യം അതാണ്. പഴയ കാലം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തിന്നാൻ കിട്ടാത്ത കാലമായിരുന്നു. നമ്മളത് മനസ്സിലാക്കണം. കഞ്ഞിയിൽ വറ്റില്ലാത്ത കാലമായിരുന്നു അത്. കഞ്ഞി കുടിക്കുമ്പോഴേ അതിൽ വറ്റ് കിട്ടൂല. അപ്പം പിന്നെ എന്ത് ചെയ്യും, അമ്മായിമൊക്കെ പുതിയാപ്പള്ളം സൽക്കരിക്കും, തിന്നു മോനെ, കാരണം തിന്നാതെ കിട്ടുന്ന വരുന്നതല്ലേ. അന്ന് അപ്പവും കടിയൊക്കെ ഉണ്ടായി. ഇന്നിപ്പോൾ നമ്മൾ പുതിയാപ്പള്ളം സൽക്കരിക്കുന്ന കണ്ണൂരും നാട്ടിലും കോഴിക്കോടും മലപ്പുറത്തൊക്കെ ആയിപ്പത്. കണ്ണൂർ മാത്രമല്ല, ഇങ്ങനെ എണ്ണക്കടിയും കരിച്ചതും പൊരിച്ചതും ഇട്ടിട്ട് അവർ താഴെ ഇറങ്ങിയാൽ ഭക്ഷണം കഴിക്കാൻ മേലെ കയറുക, താഴെ ഇറങ്ങിയാൽ പോവുക, മേലെ കയറുക. എന്തതിൻ്റെയൊക്കെ കാര്യം? മനുഷ്യൻ്റെ ആരോഗ്യവും ഹാർട്ടും ലിവറും എല്ലാം അടിച്ചു പോവല്ലേ. അതുപോലെ പെണ്ണുങ്ങൾ പ്രസവിച്ച് കിടന്ന കുറേ നെയ്യ് തീറ്റിക്കുക. പണ്ട് തിന്നാൻ കിട്ടാത്ത കാലത്ത് പ്രസവിച്ച പെണ്ണിനെങ്കിലും കൊടുക്കട്ടെ എന്നൊരു ആടിന് അറുത്ത് കൊടുക്കലും അതിൻ്റെ തീറ്റിക്കലും സൂപ്പ് കൊടുക്കലും നെയ്യ് കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് എന്നും നെയ്ച്ചോറും ബിരിയാണിയും കഴിക്കുന്ന കാലത്ത് എന്തിനതിൻ്റെ ആവശ്യം? അത് അന്ന് വേണ്ടിയിരുന്ന കാര്യമാണ്. ഇന്ന് സാധാരണ കാണുന്നില്ല, പെണ്ണുങ്ങൾ പ്രസവിച്ച് 4-ാം ദിവസം ഒരു ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ടാവും. നമ്മൾ കടത്ത് നെയ്ച്ചിട്ടുണ്ടാവില്ല, അനങ്ങാൻ പാടില്ലല്ലോ, അനങ്ങിയ ഒന്നും മുറിയല്ലോ എന്നുള്ള നിലയ്ക്ക് കിടക്കുകയാണ് അവിടെ. ആ കടത്തൊന്നും ഇന്ന് ആവശ്യമില്ല. അന്ന് ഭക്ഷണം കിട്ടാത്ത കാലത്ത് അതൊക്കെ വേണ്ടിയിരുന്നു, വെറുതെ ഉണ്ടായിരുന്ന കാലത്ത്. ഇന്ന് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കണില്ലേ, 3 നേരം ഭക്ഷണം കഴിക്കുന്ന വീട്ടിന് പിന്നെ എന്തിനാ എക്സ്ട്രാ ഫാറ്റ് കൊടുക്കേണ്ട കാര്യം? നെയ്യും കുപ്പി ബാക്കിയാണെങ്കിൽ അമ്മായിമാർക്ക് ദേഷ്യമായി, ഉമ്മാക്ക് ദേഷ്യമായി, വരുന്നവരും നെയ്യും കുപ്പിയായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്, കാലം മാറി, നമ്മൾ മാറാൻ തുടങ്ങിയിട്ടില്ല. എപ്പോഴും സന്ദർഭത്തിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ മതി. അന്ന് അങ്ങനെ വേണ്ടിയിരുന്ന കാലം ഉണ്ടായിരുന്നു. അന്ന് ഉണങ്ങിക്കടിച്ച് നടക്കുന്ന സമയമാണ്, പാലുണ്ടാവില്ല, ഭക്ഷണമില്ലല്ലോ, ആകെ എന്തെങ്കിലും ഒരു ഇലയോ കറിയോ കിട്ടിയെങ്കിലായി. അപ്പോൾ കുറച്ച് എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടി ഒരു ആടിനൊക്കെ അറുത്തിട്ട് തിന്നാൻ കൊടുക്കും. സുബ്ഹാനല്ലാഹ്, ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ശരീരം നമ്മൾ നശിപ്പിക്കുകയാണ്. സലാസുൻ മുഹ്ലിക്കാത്തുൻ, ഇദ്ഖാലു ത്വആമി അല ത്വആമി, ഭക്ഷണത്തിൻ്റെ മീതെ ഭക്ഷണം കഴിക്കുന്നത് മുഹ്ലിക്കാത്ത് പെട്ടതാണ്, നശിപ്പിച്ച് കളയുന്നതാണ്. നമ്മുടെ ഇമാമിങ്ങൾ പണ്ടേ പറഞ്ഞു വെച്ച വിഷയമാണത്. കുറേ എന്ത് ചെയ്യരുത്, കഴിക്കുകയും ചെയ്യരുത്, കുറേ കഴിപ്പിക്കുകയും ചെയ്യേണ്ട, ആവശ്യത്തിന് വേണ്ടല്ലോ എടുത്ത് കഴിച്ചോട്ടെ. അതാണ് ഇന്നത്തെ അദബ്, അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സ്വഹത്ത്, ആരോഗ്യത്തിന് അതാണ് വേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഫയഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു. അപ്പോൾ ഭക്ഷണം കൺട്രോൾ ചെയ്യാത്തവരെ ഡോക്ടർ എന്ത് ചെയ്യും, ശിക്ഷിക്കും. ആ ശിക്ഷയാണ് നമ്മൾ ഒരു ആലങ്കാരിക പ്രയോഗമായിട്ട് പറയുന്നത്. അതൊരു ശിക്ഷ പോലെ എന്ത് ചെയ്യുക, കീറേണ്ടി വരും, അപ്പോൾ ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരും, തുന്നേണ്ടി വരും, കുറേ കാലം കിടക്കേണ്ടി വരും, പ്ലാസ്റ്റർ ഇട്ട് നടക്കേണ്ടി വരും. അള്ളാഹു പറയുന്ന ചില പഥ്യങ്ങളുണ്ട്, അതുപോലെ ജീവിച്ചാൽ നിങ്ങൾക്ക് യഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും അള്ളാഹുവിൻ്റെ റിളാഉം അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഹസീബിന് മറ്റൊരു കാര്യം കൂടെ ഇതിനോടനുബന്ധമായി പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതുകൂടെ പറയാം. ഒന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കുക. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد
وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇരിക്കും. ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മളൊരു യാത്രനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, ബൈത്തുൽ മുഖദ്ദസിലെ യാത്ര. അപ്പോൾ അത് ഒരു ട്രിപ്പ് ഫുള്ളായി എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തൊരു ട്രിപ്പും കൂടെ പോകാനുള്ള ഇത് ഇപ്പോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓഗസ്റ്റ് 11 പോയിട്ട് ഓഗസ്റ്റ് 20 തിരിച്ചു വരുന്ന രീതിയിൽ ഒരു 30 ആൾക്ക് നാട്ടിൽ നിന്നും ബാക്കി 10-17 ആൾക്ക് ഇവിടെ നിന്നും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്പർ ഇവിടെ കൊടുക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ, പറ്റുമെങ്കിൽ ഒരു 1,20,000 അങ്ങനെ നാട്ടിലത്തെ 1,20 അങ്ങനെ അതിന് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല പീക്ക് ടൈമാണല്ലോ ഇത്. പെരുന്നാൾ കഴിഞ്ഞ് അല്ല, സ്കൂളൊക്കെ തുറക്കാൻ വരുന്ന സമയമല്ലേ. നമുക്ക് ജോർഡാൻ, ഈജിപ്ത് ആ സെക്ടറിലാണല്ലോ യാത്ര വരിക. അപ്പോൾ ഫ്ലൈറ്റ് ചാർജൊക്കെ ഇച്ചിരി കൂടുതലാണ്. അതിൻ്റെ ഫെയർ എത്രയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളോട് അൽ ഹിന്ദിൽ വിളിച്ച് ചോദിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും ഇത് ഫുള്ളായിരുന്നു. അപ്പോൾ ചിലപ്പോൾ 2 ദിവസം കൊണ്ട് അത് ഫുള്ളായി എന്ന് വരും ഇൻഷാ അല്ലാഹ്. താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ജോർഡാനും മസ്ജിദുൽ അഖ്സയൊക്കെ കണ്ട് ഈജിപ്തും ഫിറൗനൊക്കെ കണ്ടിട്ടാണ് പോരാ ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇനി ഹസീബിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,